പോത്തിറച്ചി കഴിച്ചതിന് 2 യുവാക്കൾ ജയിലിൽ കഴിഞ്ഞത് 35 ദിവസം. ചാലക്കുടി സ്വദേശികളായ ജോബിയെയും സുജീഷിനെയുമാണ് മ്ലാവിറച്ചി കഴിച്ചു എന്ന് ആരോപിച്ച് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഇവർ കഴിച്ചത് മ്ലാവിറച്ചി അല്ല എന്ന് പരിശോധനയിൽ തെളിയുകയും ചെയ്തു. ഇനി ഹൈക്കോടതിയിൽ നിയമ പോരാട്ടത്തിനായി ഒരുങ്ങുകയാണ് ഈ യുവാക്കൾ. ചോദ്യത്തിന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ നന്നായിട്ട് ശാരീരികമായിട്ട് നന്നായിട്ട് നല്ലവണ്ണം തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മ്ലാവിറച്ചി കഴിച്ചു എന്നാരോപിച്ച് ജോബിയും സുജീഷും ഉൾപ്പെടെ 6 പേരെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മ്ലാവിനെ വേട്ടയാടി പാചകം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. കേസിൽ പ്രതികൾ ജയിൽവാസം അനുഭവിച്ചത് 35 ദിവസമാണ്. പിന്നീട് ഹൈക്കോടതിയിൽ എത്തിയാണ് ജാമ്യം നേടിയത്. എന്നാൽ കേസിൽ ശാസ്ത്രീയ പരിശോധനയിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. പ്രതികൾ കഴിച്ചത് മ്ലാവിറച്ചിയല്ല, കന്നുകാലി വിഭാഗത്തിൽപ്പെടുന്ന ഇറച്ചിയാണെന്നാണ് പരിശോധനാ ഫലം. അതിന്റെ രാസപരിശോധനാ ഫലത്തിൽ ബോസ്റ്റോറസ് എന്ന ഇനത്തിൽപ്പെടുന്ന കന്നുകാലി ഇനത്തിൽപ്പെടുന്ന കാറ്റിലിന്റെ ഇറച്ചിയാണെന്നാണ് അതിൽ തെളിവായിട്ടിരുന്നത്. അത് സാധാരണഗതിയിൽ ഈ പറയുന്ന ബീഫോ അല്ലെങ്കിൽ പശു അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങളുടെയാണ്. ഈ പറയുന്ന ഒരു സംരക്ഷിക്കപ്പെടേണ്ട മൃഗങ്ങളുടെ പട്ടികയിലുള്ള മൃഗമല്ല സത്യത്തിൽ. എഫ്ഐആർ റദ്ദാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതികളുടെ തീരുമാനം. ഇനി ഇതിന്റെ പേരിൽ വേറെ നമ്മളെ മേത്തേക്ക് വേറെ കേസുകളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ഭയമുണ്ട് എനിക്ക്. എന്നാൽ കൃത്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.